ബീഫ് അങ്ങനത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതിൽ കുറച്ചുകൂടി പഠിപ്പിക്കാനുണ്ട്. വയൽ ബ്രേക്ക് കണ്ടിന്യൂ ഒക്കെ പഠിപ്പിക്കാനുണ്ട്. അത് ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നില്ല, കാരണം ഇന്ന് എക്സാമിനിട്ട ക്വസ്റ്റ്യൻസിൻ്റെ റിലേറ്റഡായിട്ട് കുറച്ചും പഠിപ്പിക്കാനുണ്ട്. അപ്പോൾ കാരണം വയലും ഇങ്ങനെയുള്ള കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് വയലും ബ്രേക്കും ഞാൻ എക്സാമിന് ഇട്ടിട്ടില്ല. അപ്പോൾ എക്സാമിന് ഇട്ട ഏരിയയിലെ കുറച്ച് ടോപ്പിക്ക് ഇന്ന് പഠിപ്പിക്കാറുണ്ട്. ഇപ്പോൾ അധികം ക്ലാസ്സിലെന്ന് തോന്നുന്നു എക്സാമിന് മുമ്പ്. അപ്പോൾ രണ്ട് ക്ലാസ്സിൽ എക്സാമിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് പഠിപ്പിച്ചാൽ ക്ലാസ് ഓബ്ജക്റ്റിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് മോഡ്യൂളിൽ ഞാൻ കുറച്ചൊക്കെ ഈ ക്ലാസ് ഓബ്ജക്റ്റ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പ്രോഗ്രാമിന്റെ കുറച്ച് കോഡൊക്കെ പഠിപ്പിച്ചു തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് കുറച്ച് കോഡ് റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിലെ ക്വസ്റ്റ്യൻസും എക്സാമിന് ചോദിക്കും. ഈ ക്ലാസ് എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് ചോദിക്കും. അപ്പൊ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നുമില്ല. എങ്കിലും ഒരു സോഫ്റ്റ്വെയർ നിങ്ങളോട് ഗസ് ചെയ്യാൻ പറയും. ഇപ്പോൾ ഒരു കോളേജ് ലൈബ്രറി ഓട്ടോമേഷനാ, അല്ലെങ്കിൽ ഓൺലൈൻ ബുക്കിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ ഓൺലൈൻ മൂവി റിസർവേഷൻ സിസ്റ്റം, അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ കോളേജ് ഓട്ടോമേഷൻ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സോഫ്റ്റ്വെയർ കൺസിഡർ ചെയ്തിട്ട് ആ സോഫ്റ്റ്വെയറിൽ യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ വേണ്ടി വരുന്ന, അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ പ്രോഗ്രാമേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ക്ലാസസ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറയാം. ഇപ്പോൾ ഈ ടൈപ്പിലെ പ്രോഗ്രാംസ് സോഫ്റ്റ്വെയർസിൽ യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു 5-6 ക്ലാസസ് നിങ്ങൾക്ക് കണ്ടുപിടിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കണം. ഇപ്പോൾ എക്സാമ്പിൾ ലൈബ്രറിയിലെ സോഫ്റ്റ്വെയർ ഓട്ടോമേറ്റ് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ടൈപ്പിലെ സാധനങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്പിലെ കാര്യങ്ങൾ ആ സോഫ്റ്റ്വെയറിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ്. ഇപ്പം അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നവർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റം എന്നുണ്ടെങ്കിൽ ബുക്ക് എന്നുള്ള ഒരു ടൈപ്പിലെ സാധനമാണ്. ബുക്ക് എന്നുള്ള സാധനത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ലൈബ്രറി എന്നുള്ളത്. ആ ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആ സോഫ്റ്റ്വെയറിൽ ഉണ്ടാകും. ബുക്ക് എന്നുള്ള ടൈപ്പ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ബുക്ക് എന്നുള്ളൊരു ക്ലാസ് ആയിരിക്കും. അല്ലെങ്കിൽ ലൈബ്രറി യൂസ് ചെയ്യാൻ പോണ സ്റ്റുഡൻസ് ആയിരിക്കും. സ്റ്റുഡൻസ് യൂസ് ചെയ്യുന്നുണ്ടാവും. സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു ഗ്രൂപ്പാണ്, പ്രത്യേക ടൈപ്പാണ്. സ്റ്റുഡൻസിന് വേണ്ടി ഒരു ക്ലാസ് ഉണ്ടാവും. അതുപോലെ തന്നെ ടീച്ചേഴ്സ് ലൈബ്രറി യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ടാവും. ടീച്ചേഴ്സ് സ്റ്റുഡൻറ്റിന് 2 ഡിഫറെൻറ്റ് ടൈപ്പിലെ കാര്യങ്ങളാണ്. അപ്പോൾ ടീച്ചേഴ്സിന് വേറെ ടൈപ്പ്, സ്റ്റുഡൻറ്റിന് വേറെ ടൈപ്പ്. അപ്പോൾ ടീച്ചർ എന്നുള്ള ടൈപ്പിന് വേണ്ടി ഒരു ക്ലാസ് ഉണ്ടാവും. പിന്നെ ലൈബ്രറിയിൽ എഴുതിക്കുന്ന ബുക്സിന്റെ ഓതർ എന്നുള്ള ഒരു വേറെ ടൈപ്പാണ്. ലൈബ്രറി എന്നുള്ള വേറെ ടൈപ്പാണ്. അങ്ങനെ പല പല ടൈപ്പൊക്കെ ഉണ്ടാകും. അപ്പോൾ ഓരോ സോഫ്റ്റ്വെയർസും യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു 5 ക്ലാസ് എങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കുക. ഇപ്പോൾ ഒരു കോളേജിൽ സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻറ് എന്നുള്ളത് ഒരു ടൈപ്പ്, അല്ലെങ്കിൽ സ്റ്റുഡൻറ് എന്നുള്ള ഒരു ക്ലാസ്സാണ്. സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങളാണുള്ള സോഫ്റ്റ്വെയർ ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കോഴ്സിൻ്റെ കാര്യങ്ങൾ ആ സോഫ്റ്റ്വെയറിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ കോഴ്സ് എന്നുള്ള ഒരു സാധനം ഒരു പ്രത്യേക ടൈപ്പാണ്. അപ്പോൾ കോഴ്സ് എന്നുള്ളൊരു ക്ലാസ്സാണ്. പിന്നെ ഓരോ കോഴ്സിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ബിടെക് കോഴ്സിനുള്ളിൽ പല പല സബ്ജക്റ്റ് ഉണ്ടാവും. സബ്ജക്റ്റിൻ്റെ കാര്യങ്ങൾ ആ സോഫ്റ്റ്വെയർ ചെയ്യേണ്ടി വരും. സബ്ജക്റ്റിന് വേറെ ടൈപ്പാണ്. സബ്ജക്റ്റിന് ഒരു ക്ലാസ് ഉണ്ടാവും. ടീച്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് 1 മിനിറ്റ് ബ്രേക്ക്. അങ്ങനെ എന്തൊക്കെ ടൈപ്പിലെ കാര്യങ്ങൾ എന്നുള്ളത്, അതിലിപ്പോൾ ഒരു കാർ റേസിങ്ങിൻ്റെ ഒരു ഗെയിമിൻ്റെ സോഫ്റ്റ്വെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കാർ എന്നൊരു പ്രത്യേക ടൈപ്പാണ്. കാറിന് വേണ്ടി ഒരു ക്ലാസ്. ഡ്രൈവർ എന്നുള്ളത് വേറെ ടൈപ്പാണ്. ഡ്രൈവർക്ക് വേണ്ടി ഒരു ക്ലാസ്. ബൈക്ക് വേറെ ടൈപ്പാണ്. ബൈക്കിന് വേണ്ടി ഒരു ക്ലാസ്. ട്രീ വേറെ ടൈപ്പാണ്. ട്രീക്ക് ഒരു ക്ലാസ്. റോഡ് വേറെ ടൈപ്പാണ്, അതിന് വേറെ ക്ലാസ്. ട്രാഫിക്കിൻ്റെ വേറെ സാധനമാണ്, അതിന് വേറെ ക്ലാസ്. അങ്ങനെ വേറെ ക്ലാസ് ഉണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും എക്സാമിന് ഉണ്ടാവും. ഒരു ടൈപ്പ് വന്നിട്ട്, ഒരു സോഫ്റ്റ്വെയർ വന്നിട്ട് അതിലെ കുറച്ച് ക്ലാസ്സസ് നിങ്ങളോട് പഠിച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ആ സോഫ്റ്റ്വെയറിൽ കുറച്ച് ക്ലാസ് നമ്മൾ കണ്ടുപിടിച്ച ക്ലാസ്സിന്റെ കുറച്ച് ഓബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യണം.
സിൻടാക്സും കൂടി പഠിക്കണം. ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡൻറ്റിനെ ഓട്ടോമേറ്റ് ചെയ്യാനായിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറഞ്ഞെന്ന് വിചാരിക്കുക. സ്റ്റുഡൻറ്റ് എന്നുള്ള ക്ലാസ് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നെയിം മാത്രം ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. ചിലപ്പോൾ സ്റ്റുഡൻറ്റ് എന്നുള്ള ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. ക്രിയേറ്റ് ചെയ്യണം സിൻടാക്സ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ അതിലേക്ക് ക്ലാസ് സ്റ്റുഡൻറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് പിന്നെ അതിൻ്റെ ഉള്ളിൽ സ്റ്റുഡൻറ്റ് കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ടാകും. അപ്പം ഇങ്ങനെ ഈ ക്ലാസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടാണ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യണത്. അപ്പോൾ ആ സിൻടാക്സ് അറിഞ്ഞിരിക്കുക, ക്ലാസ് ക്രിയേറ്റ് ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ഇതിൻ്റെ കുറച്ച് വേരിയബിൾ എന്തെങ്കിലും കാണിക്കുക. അതായത് ഇപ്പോൾ സ്റ്റുഡൻസ് രണ്ട് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ രണ്ട് സ്റ്റുഡൻസിന് യൂണീക്കായിട്ട് നമുക്ക് തിരിച്ചറിയേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു സ്റ്റുഡൻറ്റിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് സ്റ്റോർ ചെയ്യേണ്ടതെന്നുള്ള ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ടാകും. ഇൻറ്റ് ഒരു സ്റ്റുഡൻറ്റ് റോൾ നമ്പർ ഉണ്ടാകും, സ്റ്റുഡൻറ്റിന് ഒരു നെയിം ഉണ്ടാകും, സ്റ്റുഡൻറ്റിന് ഒരു ബ്രാഞ്ച് ഉണ്ടാകും, അപ്പോൾ കുറച്ച് നിങ്ങൾ സ്റ്റുഡൻസിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ ഇൻറ്റ് അല്ലെങ്കിൽ ഫ്ലോട്ട് CGP ഇങ്ങനെ എന്തൊക്കെ സ്റ്റുഡൻസിൻ്റെ ഇൻഫർമേഷനാണ് സ്റ്റോർ ചെയ്യാൻ ചാൻസ് ഉള്ളത്. അങ്ങനെ കുറച്ച് വേരിയബിൾസ് സാമ്പിളായിട്ട് കാണിക്കാം. ആ സ്റ്റുഡൻസിൻ്റെ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നില്ല. ഈ ക്ലാസ്സിനുള്ളിൽ സ്റ്റുഡൻസിൻ്റെ പ്രോപ്പർട്ടീസാണ് ഉണ്ടാവുമെന്ന് കാണിക്കുക. അങ്ങനെ കാണിക്കുമ്പോൾ വേർഡ് സ്റ്റോർ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ സ്ട്രിംഗ് എന്നുള്ള ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യണ പോലെ കാണിക്കുക. ഒരു 14 പോയിന്റ് ടൈപ്പിൽ അല്ലെങ്കിൽ പോയിന്റ് ഡെസിമൽ പാർട്ടുള്ള ഒരു നമ്പർ സ്റ്റോർ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ ഫ്ലോട്ട് എന്നുള്ള രീതിയിൽ കാണിക്കുക. അങ്ങനെ കാണിക്കുക. ഇത് എന്തെങ്കിലും ഫങ്ഷൻ കാണിക്കാം. ഒരു സ്റ്റുഡൻറ്റിനെ നമുക്കറിയാമെന്നുണ്ടെങ്കിൽ ആ സ്റ്റുഡൻറ്റ് ചിലപ്പോൾ ഗ്രൂപ്പ് റൂട്ടർ ഏതാണെന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ ഡിസ്പ്ലേ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നില്ല. അപ്പോൾ സ്റ്റുഡൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫംഗ്ഷനും ഈ ക്ലാസ്സിനുള്ളിൽ വേണം. ഒരു സ്റ്റുഡൻറ്റിനെ ഗ്രൂപ്പ് റൂട്ടിനെ കണ്ടുപിടിക്കേണ്ട കാര്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഫൈൻഡ് GT എന്നുള്ള ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. അത് അതിലെ കോഡ് നിങ്ങൾ ഏതാണ് കാണിക്കണ്ട, ജസ്റ്റ് ആ ഫംഗ്ഷൻ്റെ എന്താണ് ഫൈൻഡ് ഗ്രൂപ്പ് റൂട്ടർ. അതിൽ സ്റ്റുഡൻറ്റിൻ്റെ പാരന്റ് വരുമ്പോൾ സ്റ്റുഡൻറ്റ് അറ്റൻഡൻസ് ഡിസ്പ്ലേ കൊടുക്കേണ്ടി വരും. പാരന്റ് വോയിഡ് ഡിസ്പ്ലേ അറ്റൻഡൻസ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഇങ്ങനെ കാണിക്കുക. ഫംഗ്ഷൻ്റെ ബോഡി എഴുതണ്ട, ഇത്രയുള്ള എൻ്റെ ഉള്ളിൽ നിങ്ങൾ ഏത് ക്ലാസ്സാണോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഫംഗ്ഷൻസ് ഇതിൻ്റെ ഉള്ളിലുണ്ടാകും എന്നുള്ള പോയിന്റ് മാത്രം ജസ്റ്റ് ഇതിനകത്ത് കാണിക്കാം. ഫംഗ്ഷൻ ഡിഫിൻ്റെ ബോഡി ചെയ്യണമെങ്കിൽ ഇത് കോഡൊക്കെ പഠിക്കാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ അത് എഴുതേണ്ട കാര്യമില്ല. അങ്ങനെ ഇങ്ങനൊരു ക്ലാസ് സാമ്പിൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. പിന്നെ എന്ന് വെച്ചാൽ അടുത്ത ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് നിങ്ങൾ ഏത് ക്ലാസ്സിൻ്റെ ഒരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിപ്പോൾ ഇതെന്ന് വെച്ചാൽ ഏത് സ്റ്റുഡൻറ്റ് എന്നുള്ള ഒരു ടൈപ്പ് ഇവിടെ കാണിച്ചിരിക്കണേ. സ്റ്റുഡൻറ്റ് റോൾ നമ്പർ നെയിം ഉണ്ടാകും, ബ്രാഞ്ച് ടൈപ്പ്. ഇതെന്ന് വെച്ചാൽ യുണീക്കായിട്ട് ഒരു സ്റ്റുഡൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല. ജനറലായിട്ട് സ്റ്റുഡൻറ്റ് എന്താണെന്നുള്ള റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് എന്നുള്ള ക്ലാസ്സിൻ്റെ ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒബ്ജക്റ്റ് റെപ്രസെൻറ്റ് ചെയ്യണത് യുണീക്കായിട്ട് ഏതൊരു ക്ലാസ്സിൽ ഏതൊരു സ്റ്റുഡൻറ്റിനെയും റെപ്രസെൻറ്റ് ചെയ്യണത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നിന്ന് ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണ ഇൻസ്ട്രക്ഷൻ എക്സാമിന് വേണ്ടി വരും. അതിന് എന്താണെന്ന് വെച്ചാൽ ഈ ഇതിനകത്ത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ക്ലാസ് നെയിം കൊടുക്കുക സ്റ്റുഡൻറ്റ്. അതിൻ്റെ ഒരു വേരിയബിൾ S1 വിചാരിക്കുക, ന്യൂ സ്റ്റുഡൻറ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റ് എന്നുള്ള ക്ലാസ്സിൻ്റെ ഒരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് പിന്നെ നേരത്തെ ക്ലാസ് പറഞ്ഞിട്ടുള്ളതാണ് സ്റ്റുഡൻറ്റ് S2 എന്നുള്ള ക്രിയേറ്റ് ചെയ്ത് ന്യൂ സ്റ്റുഡൻറ്റ് രണ്ട് സ്റ്റുഡൻറ്റിൻ്റെ കാര്യങ്ങൾ സേവ് ചെയ്തു. ഒരു മിനിറ്റ്,
1 മിനിറ്റ് ക്ലാസ് എടുക്കാം. അങ്ങനെ ഇപ്പൊ ഇവിടെ x1 x2 എന്നുള്ള രണ്ട് സ്റ്റുഡന്റിന്, പക്ഷെ ഇത് S1 എന്നുള്ള ഏത് സ്റ്റുഡന്റ് ആണ് S2 എന്നുള്ള ഏത് സ്റ്റുഡന്റ് ആണെന്ന് ഇത് നമുക്ക് തിരിച്ചറിയുന്നില്ല. അതിന് വേണ്ടിയിട്ട് സ്റ്റുഡന്റിന്റെ പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്താൽ ഏതൊക്കെ സ്റ്റുഡൻസ് ആണെന്ന് അറിയുള്ളൂ. പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലുള്ള വേരിയബിൾസിനാണ് പ്രോപ്പർട്ടീസ് എന്നുള്ളത്. ഇൻഡ് റോൾ നമ്പർ, ആ വേരിയബിൾ നെയിം ഡോട്ട് റോൾ നമ്പർ, ഫസ്റ്റ് സ്റ്റുഡന്റിന്റെ റോൾ നമ്പർ, സ്റ്റുഡന്റ് റോൾ നമ്പർ S1 ഡോട്ട് നെയിം ഈക്വൽ ആ സ്റ്റുഡന്റിന്റെ നെയിം S1 ഡോട്ട് ബ്രാഞ്ച് ഈക്വൽ ടു CSC ആ സ്റ്റുഡന്റിന് ഇപ്പോൾ എക്സാമിന് ചോദിക്കണമെന്ന് വെച്ചാൽ രണ്ട് ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറയും. സ്റ്റുഡന്റ് എന്നുള്ള അല്ലെങ്കിൽ ലൈവ് ബുക്ക് എന്നുള്ള രണ്ട് ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറയും. എന്നിട്ട് ഫസ്റ്റ് ബുക്കിന്റെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടാവും. മെക്കാനിക്കൽ ബ്രാഞ്ചിലെ ബുക്കാണ്, അല്ലെങ്കിൽ മെക് സബ്ജക്റ്റിലെ ബുക്കാണ്, അല്ലെങ്കിൽ പർട്ടിക്കുലർ ഓതർ ബുക്കാണെന്നുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റുഡന്റ് കേസ് ആണെങ്കിൽ CSC ബ്രാഞ്ചിലെ അരുൺ എന്നുള്ള സ്റ്റുഡന്റിന്റെ ഓബ്ജക്റ്റും മെക് ബ്രാഞ്ചിലെ അജിത്ത് എന്നുള്ള സ്റ്റുഡന്റിന്റെ ഓബ്ജക്റ്റും ക്രിയേറ്റ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റൻ ഉണ്ടാവും. അപ്പോൾ അതിന്റെ കോഡ് എഴുതാനായിട്ട് മിക്കവാറും ചോദിച്ചു, നിങ്ങൾ സിൻറ്റാക്സ് പഠിച്ചെന്ന് അറിയാൻ വേണ്ടി. അപ്പം ഇപ്പം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ CSC ബ്രാഞ്ചിലെ അരുൺ എന്നുള്ള സ്റ്റുഡന്റ് റോൾ നമ്പർ 23 ആയിട്ടുള്ള അരുൺ എന്നുള്ള സ്റ്റുഡന്റിനെ ക്രിയേറ്റ് ചെയ്തു. ഇനി ആ ക്വസ്റ്റിന്റെ അതേ പാർട്ടായിട്ട് ചിലപ്പോൾ മെക് ബ്രാഞ്ചിലെ അജിത്ത് എന്നുള്ള സ്റ്റുഡന്റിനെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ വേരിയബിൾ നെയിം മാറ്റുക. ഇതൊക്കെ സ്റ്റുഡന്റിന്റെ പ്രസന്റിന്റെ ഓബ്ജക്റ്റ് നെയിം S2 വിചാരിക്കുക. റോൾ നമ്പർ വേറെ റോൾ നമ്പർ കൊടുക്കുക, അജിത്ത് കൊടുക്കുക, ഇങ്ങനെ ക്ലാസ് ക്രിയേറ്റ് ചെയ്യണതും ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണതും പഠിച്ചിരിക്കുക. ആ ഓബ്ജക്റ്റിലോട്ട് വേരിയബിൾസ്, ഒബ്ജക്റ്റിന്റെ വേരിയബിളിലോട്ട് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിലോട്ട് വാല്യൂസ് അസൈൻ ചെയ്യണമെങ്കിൽ അതിന് യുണീക്കായിട്ട് ആ ഒബ്ജക്റ്റ് കണ്ടുപിടിക്കാനുള്ള വാല്യൂസ് അസൈൻ ചെയ്യണമെങ്കിൽ എന്നുള്ളത് പറഞ്ഞിരിക്കുക. കാരണം വേരിയബിൾ നെയിം ഡോട്ട് ഒബ്ജക്റ്റ് നെയിം ഡോട്ട് വേരിയബിൾ നെയിം ഈക്വൽ ടു വാല്യൂ അതിനോട് ഇതറിഞ്ഞിരിക്കുക. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. അപ്പൊ ഈ ക്ലാസിന്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന വേരിയബിൾസിനെയാണ് ശരിക്കും ഫീൽഡ്സ് എന്ന് പറയും, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് എന്നും പറയാറുണ്ട്. ഫസ്റ്റ് മോഡലിൽ കൂടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ക്ലാസിന്റെ ഉള്ളിൽ ചില ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ ഫൈൻഡ് ഗ്രൂപ്പ് റൂട്ട് അല്ലെങ്കിൽ ഡിസ്പ്ലേ ആബ്സെന്റ് പെർസെൻറ്റേജ് അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ ആ ക്ലാസിന്റെ ഉള്ളിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഫൈൻഡ് ഓതർ, ഫൈൻഡ് CGPA ഫംഗ്ഷൻ ഒക്കെ എഴുതിയിട്ട് CGPA ഫൈൻഡ് ചെയ്യാനുള്ള കോഡൊക്കെ അതിനുള്ളിൽ കൊടുത്തിട്ടുണ്ടാകും. ചിലപ്പോൾ ക്ലാസിന്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻസിനെയാണ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അത് മെത്തേഡ്സിന് എക്സാമ്പിൾ കാണിക്കുന്ന രീതിയിലേക്ക് പറയും. ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്തിട്ട് അതിനുള്ളിൽ മെത്തേഡ് ഏതെന്നുള്ള രീതിയിൽ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കും. അങ്ങനെ മെത്തേഡ് ക്ലാസിന്റെ ഉള്ളിലെ മെത്തേഡിനുള്ള എക്സാമ്പിൾ എഴുതാൻ പറയുമ്പോൾ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസിന്റെ ഉള്ളിലെ ഫംഗ്ഷൻ ആണെന്ന് അറിഞ്ഞിരുന്നാൽ ആ കോഡ് എഴുതാൻ പറ്റുള്ളൂ. ആ സിമ്പിളായിട്ടുള്ള പോയിന്റ് അറിഞ്ഞിരിക്കുക.
ക്ലാസിന്റെ ബോഡിയുടെ ഉള്ളിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻസിന് മെത്തേഡ്സിന് ഈ ക്ലാസിന്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള വേരിയബിൾസിന് ഫീൽഡ്സ് എന്ന് പറയും, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് എന്ന് പറയാറുണ്ട്. പിന്നെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ടർ എന്നുള്ള സംഭവം ചോദിക്കും. കൺസ്ട്രക്ടറിന്റെ യൂസ് ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അതിന്റെ ബേസിക് പറയുന്നുള്ളൂ, ഡീറ്റെയിൽ ആയിട്ടുള്ളത് കുറച്ച് പ്രോഗ്രാം പഠിപ്പിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. നോട്ടിലുള്ള കോഡ് ചിലപ്പോൾ ഇത്തിരി വലിയ കോഡൊക്കെ ഇല്ല, അപ്പോൾ അതിൽ സിമ്പിൾ ആയിട്ടുള്ള കോഡ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ക്ലാസ് സ്റ്റുഡൻറ് എന്നുള്ള ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസ് സ്റ്റുഡൻറ് ക്രിയേറ്റ് ചെയ്യുന്നു. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വേരിയബിൾസ് ഡിഫൈൻ ചെയ്യുന്നു. അതേപോലെ കുറച്ച് ഫങ്ഷൻസ് ഉണ്ടാവും. ഫൈൻഡ് ജിടി എന്നുള്ള ഫംഗ്ഷൻ അല്ലെങ്കിൽ മെത്തേഡാണ്. നേരത്തെ ഈ ഫൈൻഡ് ജിടി എന്നുള്ള ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഏത് സ്റ്റുഡൻറ്റിന്റെ ഗ്രൂപ്പ് ട്യൂട്ടറിനാണോ ഫൈൻഡ് ചെയ്യുന്നത് ആ സ്റ്റുഡൻറ്റിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. സ്റ്റുഡൻറ് S1 equal to new സ്റ്റുഡൻറ് ഇങ്ങനെ കൊടുത്ത് ആ സ്റ്റുഡൻറ്റിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തു. വേറെ കുറെ വേരിയബിൾസ് ഒക്കെ ഉണ്ടാവും, തൽക്കാലത്തിൽ റോൾ നമ്പർ മാത്രം കാണിക്കുന്നുള്ളൂ. അപ്പൊ ഈ സ്റ്റുഡൻറ്റിൽ നിന്നുള്ള റോൾ നമ്പർ 3 ആയിട്ടുള്ള ഈ സ്റ്റുഡൻറ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഞാൻ ആ സ്റ്റുഡൻറ്റിന്റെ ഗ്രൂപ്പ് ട്യൂട്ടറാണ് ഫൈൻഡ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ സ്റ്റുഡൻറ്റിനെ റെപ്രസെന്റ് ചെയ്യണ വേരിയബിൾ കൊടുക്കുക, ഡോട്ട് ഫൈൻഡ് ഗ്രൂപ്പ് ട്യൂട്ടറിനെ ഫൈൻഡ് ചെയ്യാനായിട്ടുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യും. അപ്പൊ ഗ്രൂപ്പ് ട്യൂട്ടറുടെ ഫൈൻഡ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യാനുള്ള കോഡ് ആ ഫംഗ്ഷനിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ട്യൂട്ടർ ആ സ്റ്റുഡൻറ്റിന്റെ പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിന്റെ ഗ്രൂപ്പ് ട്യൂട്ടർ സ്ക്രീനിൽ വന്നോളൂ. ഇങ്ങനെയാണ് ഈ ഒരു ക്ലാസിന്റെ ഉള്ളിലെ ഫംഗ്ഷൻ കോൾ ചെയ്യേണ്ടത്. ആ ഒബ്ജക്റ്റിനെയും ഡോട്ട് ഫംഗ്ഷൻ മെത്തേഡിനെ അല്ലെങ്കിൽ ഫംഗ്ഷൻ നെയിം വെച്ചിട്ട് കോൾ ചെയ്യും. അപ്പോൾ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫംഗ്ഷൻ നെയിം വെച്ചിട്ട് കോൾ ചെയ്യണം. ചില ഫംഗ്ഷൻസ് ഉണ്ട് നമ്മൾ കോൾ ചെയ്തില്ലെങ്കിലും ഓട്ടോമാറ്റിക് ആയിട്ട് എക്സിക്യൂട്ട് ആവും. അങ്ങനത്തെ ഫംഗ്ഷൻസിനാണ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. കൺസ്ട്രക്ടർ എന്ന് പറയും. അതായത് സാധാരണ ഒരു ഫംഗ്ഷൻ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ കോൾ ചെയ്താൽ അല്ലെങ്കിൽ കോൾ ചെയ്യാനുള്ള കമാൻഡ് കൊടുത്താൽ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവുള്ളൂ. പക്ഷെ ചില ഫംഗ്ഷൻസ് നിങ്ങൾ കോൾ ചെയ്തില്ലെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനത്തെ ഫംഗ്ഷൻസിനെയാണ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് പോയിന്റ് കൺസ്ട്രക്ടറിന്റെ. പിന്നെ വേറെ പോയിന്റ് എന്ന് വെച്ചാൽ ഒരു ക്ലാസിന്റെ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ അങ്ങനെ ഇവിടെ വെച്ച് നമ്മൾ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഈ കമാൻഡാണ് ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നത്. ഇങ്ങനെ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ഈ സ്റ്റുഡൻറ് എന്നുള്ള ക്ലാസ്സിൽ കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കൺസ്ട്രക്ടർ എക്സിക്യൂട്ട് ആവും. കൺസ്ട്രക്ടർ എന്നുള്ള ഫംഗ്ഷൻ ആണ്, ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവും. ഇതിൽ ഈ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസ്സിൽ കൺസ്ട്രക്ടർ നമ്മൾ എഴുതിയിട്ടില്ല. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് വെച്ചാൽ ഒരു ക്ലാസിന്റെ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ആ ക്ലാസ്സിൽ കൺസ്ട്രക്ടർ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് എക്സിക്യൂട്ട് ആവും. ആ പോയിന്റ് എഴുതുക. അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ കൺസ്ട്രക്ടർ എങ്ങനെ ഡിഫൈൻ ചെയ്യാന്നുള്ളത്. സാധാരണ ഫംഗ്ഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ റിട്ടേൺ ചെയ്യുന്ന ടൈപ്പ് ഉണ്ടാവും. ഇൻറ്റ്
ഇൻറ്റ് അല്ലെങ്കിൽ ഫ്ലോട്ട് ഫൈൻഡ് CGP എന്നുള്ള ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ CGP ഫൈൻഡ് ചെയ്ത് റിട്ടേൺ ചെയ്യാനുള്ള കോഡ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ആ ഫംഗ്ഷൻ എന്താണ് റിട്ടേൺ ചെയ്യണമെന്നുള്ള ഡാറ്റ ടൈപ്പ് ആദ്യം ഉണ്ടാവും. ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിൽ കാരണം വോയിഡ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവും. പക്ഷെ കൺസ്ട്രക്ടർ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഇൻറ്റ് ഫ്ലോട്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അത് അടുത്ത പോയിന്റ് റിട്ടേൺ ചെയ്യില്ല. കാരണം കൺസ്ട്രക്ടർ ഒരു വാല്യൂ ഡിസ്പ്ലേ ചെയ്യില്ല, റിട്ടേൺ ചെയ്യില്ല. അതുകൊണ്ട് ഡാറ്റ ടൈപ്പ് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് ഫൈൻഡ് GT എന്നുള്ളത് കൺസ്ട്രക്ടർ അല്ല, ഫൈൻഡ് CGP എന്നുള്ളത് കൺസ്ട്രക്ടർ അല്ല. കൺസ്ട്രക്ടർ ആകണമെന്നുണ്ടെങ്കിൽ കൺസ്ട്രക്ടർ എന്നുള്ള ഫംഗ്ഷൻ നെയിം എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ് നെയിം തന്നെ വെച്ചിട്ടുള്ള ക്ലാസ് നെയിമിന് സെയിം ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ആ നെയിം വെച്ചിട്ടുണ്ട്. ക്ലാസ് നെയിം സ്റ്റുഡൻറ് എന്നുള്ളതാണ്. സ്റ്റുഡൻറ് വെച്ചിട്ട് തന്നെ ഒരു ഫംഗ്ഷൻ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ഇതാണ് ഈ സ്റ്റുഡൻറ് എന്നുള്ള ക്ലാസിന്റെ ഉള്ളിലെ കൺസ്ട്രക്ടർ. നമ്മൾ ഇവിടെ വെച്ച് സ്റ്റുഡൻറ്റിന്റെ S1 എന്നുള്ള ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കൺസ്ട്രക്ടർ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് അതായത് ഈ ഫംഗ്ഷനിലോട്ട് കൺട്രോൾ വരും. നമ്മളൊന്നും കോൾ ചെയ്തിട്ടില്ല, പക്ഷെ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഈ ഫംഗ്ഷന്റെ ബോഡിയിൽ പറഞ്ഞ കാര്യങ്ങൾ എക്സിക്യൂട്ട് ആവും. ഇവിടെ പറഞ്ഞ കമാൻഡൊക്കെ ടൈപ്പ് ഉണ്ടാവും. ആ കമാൻഡൊക്കെ എക്സിക്യൂട്ട് ആവും. അപ്പൊ ഈ ഫംഗ്ഷൻ അതായത് ഫംഗ്ഷൻ്റെ ഉള്ളിൽ ക്ലാസിൻ്റെ ഉള്ളിൽ ഒരു ഫംഗ്ഷനാണ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. പക്ഷെ ക്ലാസിന്റെ സെയിം നെയിമുള്ള ഒരു ഫംഗ്ഷനെയാണ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ചിലപ്പോൾ കൺസ്ട്രക്ടറിന് ഒരു എക്സാമ്പിൾ കാണിക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവും. അപ്പോൾ എഴുതുമ്പോൾ തെറ്റിപ്പോകാതെന്ന് വെച്ചാൽ കാര്യം റിട്ടേൺ ടൈപ്പ് കാണിക്കരുത്. അതൊരു പോയിന്റ്. ക്ലാസ് നിങ്ങൾ എഴുതുന്ന ക്ലാസ് നെയിമിന്റെ സെയിം നെയിം വെച്ചുള്ള ഫംഗ്ഷൻ തന്നെ ആയിരിക്കണം കൺസ്ട്രക്ടറും പറ്റേണ്ടത്. പറഞ്ഞ മാത്രം രണ്ടുമൂന്ന് ഒരു ക്ലാസ്സിനുള്ളിൽ മോർ ദാൻ വൺ കൺസ്ട്രക്ടേഴ്സ് ഉണ്ടാകാം. ഇൻറ്റ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വേറെ കൺസ്ട്രക്ടർ ഉണ്ടാകും. ഡീറ്റെയിൽ ആയിട്ടുള്ള പോയിന്റ് ആണ്. അത് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ടാവും പഠിപ്പിക്കാം. ജസ്റ്റ് ഓടി പറയാം. ഇപ്പം ഇങ്ങനെ S1 എന്നുള്ള ക്രിയേറ്റ് ചെയ്ത് കൺട്രോൾ-C, S2 എന്നുള്ള സ്റ്റുഡൻറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന വിചാരിക്കും, വേറെ സ്റ്റുഡൻറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന വിചാരിക്കുക. ആ സ്റ്റുഡൻറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ എന്തോ ഒരു നമ്പർ കൂടി പാസ് ചെയ്യുന്ന വിചാരിക്കുക. അപ്പം ഈ സ്റ്റുഡൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് 23 എന്നുള്ളൊരു നമ്പർ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കൺസ്ട്രക്ടർ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ രണ്ട് കൺസ്ട്രക്ടർ ഇവിടെ ഉണ്ട്. രണ്ടും വർക്ക് ചെയ്യില്ല. ഈ കോഡ് ഇതൊക്കെ രീതിക്ക് മാച്ച് ആകുന്ന കൺസ്ട്രക്ടർ ഏതാണ് അത് വർക്ക് ചെയ്യും. അല്ലെങ്കിൽ നമ്പർ പാസ് ചെയ്തിട്ടുണ്ട്. നമ്പർ പാസ് ചെയ്തിട്ടുള്ള ഇതിനോട്ട് മാച്ചായിട്ട് വന്നിട്ടുള്ളത്. ഈ കൺസ്ട്രക്ടർ എക്സിക്യൂട്ട് ആവും, ഫസ്റ്റ് കൺസ്ട്രക്ടർ എക്സിക്യൂട്ട് ആവില്ല. അപ്പോൾ ഇത് പിന്നെ ഡീറ്റെയിൽഡ് പിന്നീട് പഠിക്കാനുള്ളത്. അതിപ്പോൾ കൺഫ്യൂഷൻ ആക്കണ്ട. തൽക്കാലം ഈ ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ് അറിഞ്ഞിരിക്കുക. ക്ലാസ് നെയിമും ഫംഗ്ഷൻ നെയിമും സെയിം ആണെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷനെ കൺസ്ട്രക്ടർ എന്ന് പറയും. അത് സാധാരണ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ എന്തെങ്കിലും ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ചെയ്യണം തന്നെ എന്തെങ്കിലും ഇനിഷ്യലൈസ് ചെയ്യേണ്ടി വരും. ഒരു ഗെയിമിൽ ഒരു കാർ ക്രിയേറ്റ് ചെയ്യുന്ന വിചാരിക്കുക. കാർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ കാറ് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യേണ്ട സെറ്റ് വരും. അപ്പോൾ ഈ കാർ ക്രിയേറ്റ് ചെയ്യാനുള്ള കോഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഈ ആ കാറിൻ്റെ കൺസ്ട്രക്ടറിനുള്ളിൽ കാറ് ഡിസ്പ്ലേക്കാണ് ഇൻസ്ട്രക്ഷൻസ് ടൈപ്പ് ചെയ്യേണ്ടതാണ്. നമ്മളൊരു കാർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് സ്ക്രീനിൽ കാർ വന്നോളൂ. അല്ലെങ്കിൽ കാറിൻ്റെ കളർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യണ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ സാധനം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സാധനം സോഫ്റ്റ്വെയറിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രത്യേക രീതിയിൽ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഇന്ന കാര്യം ചെയ്യണം എന്നൊക്കെ ഉണ്ടാവും. അത് കൺസ്ട്രക്ടറിനുള്ളിൽ കൊടുത്താൽ ഓട്ടോമാറ്റിക് വർക്ക് ചെയ്തോളും.
തൽക്കാലത്തെ മനസ്സിലാക്കിയാൽ മതി. കുറേ ഡീറ്റെയിൽ ആയിട്ട് വർക്ക് പോയിന്റ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ പ്രോഗ്രാമിംഗ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് വരുമ്പോഴേക്കും കുറച്ച് എടുക്കാം. തൽക്കാലം ഈ എക്സാമിന് ബേസിക്സ് മനസ്സിലാക്കിയിരിക്കുക. ഒരു ദിസ് എന്നുള്ള കീവേഡ് ഉണ്ട്. ഒരു ദിസ് എന്നുള്ള കീവേഡ് പഠിക്കാനുണ്ട്. ദിസ് എന്നുള്ള വേർഡിന്റെ ഒരു യൂസ് അറിഞ്ഞിരുന്നാൽ മതി. ആ പ്രോഗ്രാമിൽ നമ്മൾ എവിടെയെങ്കിലും വെച്ചിട്ട് ദിസ് എന്നുള്ളൊരു കീവേഡ് കൊടുക്കുന്നുണ്ടാവും. കാരണം ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിലായിരിക്കും ഇപ്പോൾ ദിസ് ഉണ്ടാവുക. പ്രോഗ്രാമിൻ്റെ എവിടെയെങ്കിലും വെച്ചിട്ട് ദിസ് കൊടുത്തിട്ട് കാരണം ഡോട്ട് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വേരിയബിൾ നെയിം ഒക്കെ ഉണ്ടാവും. വേരിയബിൾ നെയിം ഉണ്ടാവും ചിലപ്പോൾ, അല്ലെങ്കിൽ ഫംഗ്ഷൻ കോഡ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ സിമ്പിളായിട്ടുള്ള ഇങ്ങനെ വരും. ഡോട്ട് നെയിം ടിക്കറ്റ് ആരും എന്താ കൊടുത്തെന്ന് വിചാരിക്കാം. ദിസ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാ റെപ്രസെന്റ് ചെയ്യണമെന്നൊക്കെ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ ഏതൊരു പ്രോഗ്രാമത്തിന്റെ ഫംഗ്ഷൻ എന്തെങ്കിലുമൊക്കെ റൺ ചെയ്യണമായിരിക്കും. അല്ലെങ്കിൽ ഈ കമാൻഡ് ഏതൊരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ മെത്തേഡിൻ്റെ ഉള്ളിലായിരിക്കും. ഫംഗ്ഷനിലാണ് ആ ഫംഗ്ഷൻ എന്നുള്ളത് ഏതൊരു ക്ലാസിൻ്റെ ഉള്ളിലായിരിക്കും. ആ ക്ലാസിന്റെ ഓബ്ജക്റ്റ് നമ്മൾ എപ്പോഴെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ശരിക്കും ഈ ദിസ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ലാസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലാസിന്റെ ഓബ്ജക്റ്റാണ് ദിസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതി വിചാരിക്കാം. ദിസ് ഡോട്ട് റോൾ നമ്പർ ഈക്വൽ ഇങ്ങനൊരു കമാൻഡ് കൊടുത്തു വിചാരിക്കാം. ഫൈൻഡ് gt എന്നുള്ള മെത്തേഡിനുള്ളിൽ ഇങ്ങനെ ഒരു കമാൻഡ് ദിസ് ഡോട്ട് റോൾ നമ്പർ ഈക്വൽ ടു ദിസ് ഡോട്ട് റോൾ നമ്പർ പ്ലസ് 1 എന്ന് കൊടുത്തു വിചാരിക്കും. അപ്പൊ ഇതൊരു സ്റ്റുഡൻറ്റിൻ്റെ ക്ലാസ് ആണ്. ഏത് സ്റ്റുഡൻ്റാണെന്ന് അറിയാൻ പാടില്ല. ജനറൽ ആയിട്ട് ഒരു ടൈപ്പ് റെപ്രസെന്റ് ചെയ്തിട്ടാണ്. ആ ടൈപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഡ് ഇന്നത്തുണ്ട്. ആ കോഡിനുള്ളിലാണ് ദിസ് ഡോട്ട് റോൾ നമ്പർ എന്നുള്ള വന്നത്. അപ്പം അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഫൈൻഡ് gt എക്സിക്യൂട്ട് ആകണമെന്നുണ്ടെങ്കിൽ ഫൈൻഡ് gt അല്ലെങ്കിൽ ഡിസ്പ്ലേ അറ്റൻഡൻസ് ഒക്കെ എക്സിക്യൂട്ട് ആകണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഏതെങ്കിലും സ്റ്റുഡൻറ്റിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒബ്ജക്റ്റ് ഡോട്ട് ഫൈൻഡ് gt എന്ന് പറഞ്ഞ് കോൾ ചെയ്യും, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഡോട്ട് ഡിസ്പ്ലേ അറ്റൻഡൻസ് എന്ന് പറഞ്ഞ് കോൾ ചെയ്യും. അപ്പോഴായിരിക്കും ഈ ഫംഗ്ഷനൊക്കെ എക്സിക്യൂട്ട് ആവുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റുഡൻറ്റിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കോൾ ചെയ്യുള്ളൂ. ദിസ് ഡോട്ട് റോൾ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സ്റ്റുഡൻറ്റിൻ്റെ ഗ്രൂപ്പ് ഡോട്ടിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഫൈൻഡ് gt കോൾ ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് കോൾ ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും സ്റ്റുഡൻറ്റിൻ്റെ ഒബ്ജക്റ്റ് ഡോട്ട് ഫൈൻഡ് gt ചെയ്തപ്പോഴായിരിക്കും ഇവിടെ കൺട്രോൾ ഒന്നുണ്ടാവുക. ആ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്തേക്കണം
ലൊക്കേഷനും ആണ് ശരിക്കും ദിസ് എന്ന് പറയുന്നത്. അങ്ങനെ ശരിക്കും ആ സ്റ്റുഡൻറ്റിൻ്റെ ഒബ്ജക്റ്റിനെയാണ് ദിസ് റെപ്രസെന്റ് ചെയ്യണത്. അപ്പോൾ ദിസ് വെച്ചിട്ട് ആ സ്റ്റുഡൻറ്റിന് എല്ലാ ഇൻഫർമേഷൻ എടുക്കാം. ഏത് സ്റ്റുഡൻറ്റിൻ്റെ ഗ്രൂപ്പ് ട്യൂട്ടറിനെയാണോ ഫൈൻഡ് ചെയ്യേണ്ടത് ആ സ്റ്റുഡൻറ്റിൻ്റെ ബാക്കിയുള്ള ഇൻഫർമേഷൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ദിസ് ഡോട്ട് റോൾ നമ്പറിന് കൊടുക്കുക, അല്ലെങ്കിൽ ദിസ് ഡോട്ട് നെയിം എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ദിസ് ഡോട്ട് ബ്രാഞ്ച് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിൻ്റെ ബ്രാഞ്ച്, റോൾ നമ്പർ, നെയിം എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ നമ്മൾ ചെയ്തിപ്പോൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ട് s1 ഡോട്ട് ഫൈൻഡ് gt എന്ന് കോൾ ചെയ്ത് വിചാരിക്കാം. ഇങ്ങനെ കോൾ ചെയ്ത് കഴിയുമ്പോഴേക്കും നേരെ ഈ ഫൈൻഡ് gt-ലോട്ട് വന്നിട്ടുണ്ടാവും. ഇത് എക്സിക്യൂട്ട് ആകാൻ തുടങ്ങും. ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ 23 ആക്കി നമ്മൾ ആദ്യം സെറ്റ് വെച്ചിട്ടുണ്ട്. ആ സ്റ്റുഡൻറ്റിൻ്റെ നെയിം എന്നുള്ളത് അരുണാക്കി സെറ്റ് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുള്ളത്. ഫംഗ്ഷൻ കോൾ ചെയ്തപ്പോൾ കൺട്രോൾ ഇവിടെ വന്നു. കൺട്രോൾ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ചെയ്ത് പോയി ഈ കമാൻഡ് വരെ എത്തി വിചാരിക്കുക. അപ്പോൾ ദിസ് ഡോട്ട് റോൾ നമ്പർ ഏത് സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ടാണ് gt കോൾ ചെയ്തത് ആ സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ കിട്ടും. കാരണം ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആ സ്റ്റുഡൻറ്റിൻ്റെ ഒബ്ജക്റ്റ് അതിലുണ്ടാവുക. അപ്പോൾ ഏത് സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ടാണ് ഫൈൻഡ് gt കോൾ ചെയ്യുന്നത് ആ സ്റ്റുഡൻറ്റിൻ്റെ ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ദിസ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ദിസ് യൂസ് ചെയ്ത് എടുക്കാൻ പറ്റും. ചില കേസിലൊക്കെ ദിസ് ആവശ്യം വരുന്നുണ്ട്. അതൊക്കെ അങ്ങനെ വേണമെന്നുള്ള പഠിച്ചിരിക്കും. ദിസ് ഡോട്ട് റോൾ നമ്പർ കൊടുക്കുമ്പോൾ അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ദിസ് ഡോട്ട് റോൾ നമ്പർ +1 കൊടുത്തു. ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 23 ആക്കിയാൽ മതി ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 23 + 1 24 ആയിട്ട് മാറും. ആ സ്റ്റുഡൻറ്റിൻ്റെ പുതിയ റോൾ നമ്പർ 23 എന്ന് മാറി 24 ആയിട്ട് മാറും. ഏത് സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ടാണ് ഫൈൻഡ് gt കോൾ ചെയ്തത് ആ സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ ഇൻക്രിമെൻ്റ് ആവും. ഇൻക്രിമെൻ്റ് ആവുന്ന എക്സാമ്പിൾ അങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഗ്രൂപ്പ് ട്യൂട്ടർ ഫൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് നെയിം ഒക്കെ അറിഞ്ഞാൽ പോയി സെർച്ച് ചെയ്തിട്ട് സ്റ്റുഡൻറ്റിൻ്റെ ഗ്രൂപ്പ് ട്യൂട്ടറാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പം ആ സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ അറിയേണ്ട കാര്യമുണ്ട്. അതിനുവേണ്ടി ലാസ്റ്റ് യൂസ് ചെയ്തേക്കണം ഏത് ഒബ്ജക്റ്റ് വേണ്ടിയിട്ടാണ് ഫൈൻഡ് gt കോൾ ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിന് ഇൻഫർമേഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ദിസ് കൊടുക്കുക. ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തേക്കണം ഒബ്ജക്റ്റിൻ്റെ ഇൻഫർമേഷൻസ് ആണ്. ഏതൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഫംഗ്ഷൻ കോൾ ചെയ്തേക്കുന്നത് ആ ഒബ്ജക്റ്റിൻ്റെ ഇൻഫർമേഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ദിസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക. നമ്മളിപ്പോൾ ലാസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റിനെയാണ് ദിസ് എന്ന് വെച്ച് റെപ്രസെന്റ് ചെയ്യണത്. നമ്മളിവിടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ s1 എന്നുള്ള ഒബ്ജക്റ്റാണ് ലാസ്റ്റ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫൈൻഡ് gt കോൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ലാസ്റ്റ് യൂസ് ചെയ്യുന്ന ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ s1 ഏതായിരുന്നുള്ള സ്റ്റുഡൻറ്റ് 23 എന്നുള്ള റോൾ നമ്പർ അറിയുന്ന സ്റ്റുഡൻറ്റിനെ റെപ്രസെന്റ് ചെയ്യണം. ഈ ഫൈൻഡ് gt എന്നുള്ള ഫംഗ്ഷൻ്റെ ഉള്ളിൽ വെച്ചിട്ട് s1ൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾ എടുക്കേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫൈൻഡ് gt-യുടെ ഉള്ളിൽ ദിസ് ഡോട്ട് വെച്ചിട്ട് കാരണം s1 എന്നുള്ള വേരിയബിൾ അവിടെ ഇല്ല. അവിടെ കോൾ ചെയ്യുന്ന സമയത്ത് s1 തന്നെ ആയിരിക്കും ഉറപ്പില്ല. അപ്പം നമ്മൾ ജനറൽ ആയിട്ട് അവിടെ ദിസ് കൊടുക്കും. ഇപ്പം ഇതുപോലെ വീണ്ടും ഇവിടെ ചെയ്യേണ്ടി വരും. s2 ഡോട്ട് ഫൈൻഡ് gt പിന്നെ s1 ഡോട്ട് ഫൈൻഡ് gt കോൾ ചെയ്യുന്നുണ്ട്, s2 ഡോട്ട് ഫൈൻഡ് gt കോൾ ചെയ്യുന്നുണ്ട്. s1 ഡോട്ട് ഫൈൻഡ് gt കോൾ ചെയ്യുമ്പോൾ ദിസ് ഡോട്ട് റോൾ നമ്പർ എന്ന് പറയുമ്പോൾ 23 കിട്ടും. s2 ഡോട്ട് ഫൈൻഡ് gt എന്ന് പറഞ്ഞിട്ട് ഫൈൻഡ് gt കോൾ ചെയ്യുമ്പോൾ ദിസ് ഡോട്ട് റോൾ നമ്പർ എന്ന് പറയുമ്പോൾ s2ൻ്റെ റോൾ നമ്പർ കിട്ടും. s2ൻ്റെ റോൾ നമ്പർ 2 ആണ്. രണ്ടിലും കോൾ ചെയ്യുന്ന ഫൈൻഡ് gt തന്നെയാണ്. s1ൻ്റെ ഫൈൻഡ് gt കോൾ ചെയ്ത് s2ൻ്റെ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ s2ൻ്റെ ഫൈൻഡ് gt കോൾ ചെയ്ത്. അപ്പോൾ ഒരു കേസിൽ 23 വേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, വേറൊരു കേസിൽ 2 വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഫൈൻഡ് gt-യുടെ ഉള്ളിൽ വരുമ്പോൾ ഈ ദിസ് ഡോട്ട് റോൾ നമ്പർ കൊടുക്കുമ്പോൾ ഫസ്റ്റ് സിറ്റുവേഷനിൽ ഇവിടെ 23 വരും. സെക്കൻഡ് കേസിൽ കോൾ ചെയ്യുമ്പോൾ വേറെ സമയത്ത് 2 വരും. കാരണം ഒരു കേസ് ഒരു പ്രാവശ്യം നമ്മൾ s1ൻ്റെ കോൾ ചെയ്തിരിക്കണം, വേറെ പ്രാവശ്യം s2ൻ്റെ കോൾ ചെയ്തിരിക്കണം, പിന്നെ വേറെ s3യുടെ കോൾ ചെയ്യും. പ്രോഗ്രാം അതിനനുസരിച്ച് മാറ്റാൻ പറ്റില്ല. പ്രോഗ്രാം ജനറൽ ആയിട്ടിരിക്കണം. s1 s2 s3 ആണെങ്കിലും പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിന് റോൾ നമ്പർ കിട്ടേണ്ട കാര്യമുണ്ട്. അതിന് ജനറൽ ആയിട്ട് ചെയ്യുന്ന ഒരു വേർഡാണ് ദിസ് എന്നുള്ളത്. അപ്പോൾ ലാസ്റ്റ് ഏത്
ഒബ്ജക്റ്റ് ആണോ ഫംഗ്ഷൻ കോൾ ചെയ്തേക്കണം ആ ഒബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി ദിസ് യൂസ് ചെയ്യും. ആ ദിസ് എന്നുള്ള വേരിയബിളിന്റെ അല്ലെങ്കിൽ ആ കീവേഡിന്റെ ഫംഗ്ഷനും കൂടി ജസ്റ്റ് ബേസിക് അറിഞ്ഞിരിക്കുക. അതൊക്കെ കുറേ ഡീറ്റെയിൽസ് ഉള്ള സംഭവങ്ങളാണ് ജാവയുടെ. പക്ഷെ നിങ്ങൾ സെക്കൻഡ് മോഡുകളിലൊക്കെ അതിൻ്റെയൊക്കെ ബേസിക്സ് അറിഞ്ഞു വേണ്ടത് എല്ലാവരും പഠിക്കാൻ പോയ കൺഫ്യൂഷൻ ആവും. പിന്നെ കുറെ ഓപ്പറേറ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡാറ്റ ടൈപ്പിന്റെ ക്വസ്റ്റ്യൻസും കുറെ ഉണ്ട്. അതൊക്കെ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇപ്പോൾ കുറച്ച് ടൈം കൂടി ഉണ്ട്. അപ്പോൾ ഈ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് കുറച്ചും കൂടി ബാക്കി ഉണ്ടായിരുന്നു, അതെടുക്കാം. അതിനു മുമ്പ് അറിയാവുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് ജസ്റ്റ് ഞാനിവിടെ അറിയാവുന്ന ചെക്ക് ചെയ്യുന്നുള്ളൂ. പാടില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് തരാം. ഫോർലൂപ്പും വൈൽ ലൂപ്പൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് സിയിൽ പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു ബ്രേക്കും കണ്ടിന്യൂ അത് സിയിൽ പഠിച്ചില്ല. പക്ഷേ ചിലപ്പോൾ ചിലർ കൺഫ്യൂഷൻ ഉണ്ടാവും. അതിന് ജസ്റ്റ് അതൊന്ന് റിപ്പീറ്റ് ചെയ്യാം. അതിന് മുമ്പ് എത്രയൊക്കെ അറിയാമെന്നുള്ള ജസ്റ്റ് ഒന്ന് ചോദിക്കട്ടെ. ഈ കമാൻഡിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് എഴുതാൻ പറ്റുമെന്ന് നോക്ക്. ഔട്ട് പ്രിന്റ് എന്ന് പറഞ്ഞെങ്കിൽ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഐ എന്നുള്ള വേരിയബിളിന്റെ വാല്യൂ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. ഈ പ്രോഗ്രാം ഈ കോഡ് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ടിൽ എന്ത് വരും എന്നുള്ളത് ഒരു ഫോർ ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. ഐയുടെ വാല്യൂ 0 തുടങ്ങി 10 വരെ 9 വരെ വേരിയിക്കാൻ പറഞ്ഞ് ആ ഫോർ ലൂപ്പിന്റെ ബോഡിയുടെ ഉള്ളിൽ ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ഐയുടെ വാല്യൂ > 5 ആണെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞു. അല്ലെങ്കിൽ സ്ക്രീനിൽ ഐയുടെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞു. ഇനി എന്ത് ഔട്ട്പുട്ട് സ്ക്രീനിൽ വരും എന്നുള്ളത് അത് കുറെ കമാൻഡൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. അതിവിടെ എന്തൊക്കെയോ കുറെ കമാൻഡൊക്കെ ഉണ്ട്. ജസ്റ്റ് ജനറലായിട്ട് എന്തൊക്കെ ഉണ്ടെന്നൊക്കെ വിചാരിക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, പിന്നെ ഒരു ഡിസ്പ്ലേ കമാൻഡും ഉണ്ട്. ഇതിന്റെ ഔട്ട്പുട്ട് അറിയാവുന്നവരൊന്ന് ടൈപ്പ് ചെയ്യും. ഇത് അറിയില്ലെന്ന്, ഇതിന്റെ ഔട്ട്പുട്ട് അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ അറിയില്ലെന്ന് തന്നെ ടൈപ്പ് ചെയ്ത് കുഴപ്പമില്ല. അറിയില്ലെന്ന് ടൈപ്പ് ചെയ്തേക്ക്. അങ്ങനെ എത്ര പേർക്ക് അറിയില്ല എന്നുള്ളത് എനിക്കൊന്ന് അറിയണം. അതിന് വേണ്ടിയിട്ടാണ്. എന്നല്ല ജസ്റ്റ് എത്രത്തോളം ഈ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കിന് വേണ്ടി എത്ര ടൈം കളയണോ വേണ്ടിയോ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം, എടുക്കുക. ഇപ്പൊ കുറച്ച് പേർക്ക് അറിയാമെന്ന് തോന്നുന്നു. കുറച്ച് പേരുടെ എഴുതിയേക്കണത് കറക്റ്റാണ്. കുറച്ച് പേര് 0 1 2 3 4 ഉണ്ട്. ഫോർ ലൂപ്പ് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ജസ്റ്റ് ഒന്ന് പറയാം. ഫോർ ലൂപ്പ് ഈ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് പോലും അറിയാൻ പാടാത്തവരുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യാൻ മടിയാണെങ്കിൽ പേഴ്സണലായിട്ട് എനിക്ക് പിന്നെ വാട്സാപ്പൊക്കെ വല്ലതും ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ക്ലാസ് എടുത്ത് ഈ ഫോർ ലൂപ്പും വൈൽ ലൂപ്പൊക്കെ പഠിപ്പിച്ചു തരാം. ചിലർക്ക് പ്രോഗ്രാം ഒട്ടും പഠിക്കാത്തവരുണ്ടെങ്കിൽ, ഫസ്റ്റ് സെമ്മിൽ പഠിക്കാത്തവരുണ്ടെങ്കിൽ ചിലപ്പോൾ അറിയില്ലായിരിക്കും. അവർക്ക് വേണമെങ്കിൽ അത് ഡീറ്റെയിൽഡ് തന്നെ ടൈം കളഞ്ഞ് എടുത്തു തരാം. അത് ഇൻഫോം ചെയ്താൽ മതി പേഴ്സണലായിട്ട്. എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ഫോർ ലൂപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ചിലർക്ക് അറിയായിരിക്കും. ആദ്യം ഇത് വർക്ക് ചെയ്യും, ഐയുടെ വാല്യൂ 0 ആവും. പിന്നെ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. 0 <10 ആണെന്ന് നോക്കും. 0 ശരിയാണ്, ട്രൂ ആണ്. അങ്ങനെ വരുമ്പോൾ ഈ ബോർഡിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും. അപ്പൊ ഇവിടുത്തെ കമാൻഡൊക്കെ വർക്ക് ചെയ്ത് ഇത് നോക്കും. ഇത് നോക്കുമ്പോൾ എന്തായാലും 0
ഗേറ്റ് താൻ വിക്കറ്റ് 5 എന്നുള്ളത് ഫോൾസ് ആണ്. ഫോൾസ് ആണെങ്കിൽ ഈ ഇഫ് കഴിഞ്ഞിട്ടുള്ള ഈ ബ്രേക്ക് വർക്ക് ചെയ്യില്ല. കാരണം ഈ ഇഫ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ബ്ലോക്ക് അല്ലെങ്കിൽ ഈ ബ്ലോക്ക് എന്നുള്ളത് ബ്രാക്കറ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ബ്രാക്കറ്റ് വേണമെന്നില്ല, ഈ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യില്ല. കാരണം വെച്ചാൽ ഈ ഫോൾസ് ആയിട്ട് 0 കേട്ടാൽ ഫോൾസ് ആയി. അപ്പൊ നേരെ നെക്സ്റ്റ് ലൈനിലോട്ട് വരും. എൽസ് ഒന്നും കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് എന്തായാലും താഴോട്ട് തന്നെ വന്നോളൂ. എൽസ് കമ്പൽസറി അല്ല. ഐയുടെ വാല്യൂ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞു. സ്ക്രീനിൽ 0 വരും. വീണ്ടും തിരിച്ചു വരും. ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ഐയുടെ വാല്യൂ 1 ആയിട്ട് വരാം. പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ 1 വെച്ച് ഇൻക്രിമെന്റ് ചെയ്യും. ഐയുടെ വാല്യൂ 1 ആയി. 1 ലെസ് ദാൻ 10 എന്നുള്ളത് ട്രൂ ആണ്. വീണ്ടും ഇവിടെ വരും. 1 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 5 എന്നുള്ളത് ഫോൾസ് ആയിട്ട് മാറി. ബ്രേക്ക് വർക്ക് ചെയ്യില്ല. വീണ്ടും ഐയുടെ വാല്യൂ 1 സ്ക്രീനിൽ വരും. പ്രിന്റ് അല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ലൈനിൽ വരുള്ളൂ. അത് കുഴപ്പമില്ല, അത് പിന്നീട് പഠിപ്പിക്കാനുള്ള. സെയിം ലൈനിൽ എഴുതിയിട്ടുണ്ടെങ്കിലും മാർക്ക് വരും. വീണ്ടും റിപ്പീറ്റ് ചെയ്യും. 2 ആകും, 3 ആകും, 4 ആകും. റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. 4 വരെ സ്ക്രീനിൽ വരും. വീണ്ടും ഇവിടെ വരും. ഐയുടെ വാല്യൂ 5 ആയി. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ലെസ് ദാൻ 10 എന്നുള്ളത് ട്രൂ ആയി. പിന്നെ ഇവിടെ തന്നെ ഇവിടെ വരും. 5 ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 5 എന്ന് പറയുമ്പോൾ ഐയുടെ വാല്യൂ 5 ആണ്. 5 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 5 എന്ന് പറയുമ്പോൾ രണ്ടും ഈക്വൽ എന്നുള്ള കണ്ടീഷൻ വന്നിട്ടുണ്ട്. അത് ട്രൂ ആയിട്ട് മാറും. ഈ ബ്രാക്കറ്റിൽ കൊടുത്ത വാല്യൂ വാലിഡേറ്റ് ചെയ്യുമ്പോൾ എക്സ്പ്രഷൻ വാലിഡേറ്റ് ചെയ്യുമ്പോൾ അത് ട്രൂ ആയി. ട്രൂ ആയിട്ടുണ്ടെങ്കിൽ ഈഫ് കഴിഞ്ഞിട്ടുള്ള ഈ ബ്ലോക്ക് വർക്ക് ചെയ്യും. ഈ ബ്ലോക്കിനുള്ളിൽ പറഞ്ഞിരിക്കുന്നത് ബ്രേക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. ബ്രേക്ക് വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഏത് ലൂപ്പിനുള്ളിലാണോ ബ്രേക്ക് കൊടുത്തിരിക്കുന്നത്, അതായത് ചിലപ്പോൾ ഫോർ ലൂപ്പിനുള്ളിലായിരിക്കും, അല്ലെങ്കിൽ വൈ ലൂപ്പിനുള്ളിലായിരിക്കും, അല്ലെങ്കിൽ സ്വിച്ചിനുള്ളിലായിരിക്കും, അവിടെ നിന്ന് പുറത്തോട്ട് വരും. അതായത് ലൂപ്പിൻ്റെ ഉള്ളിലാണ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ലൂപ്പിൻ്റെ പുറത്തോട്ട് വരും. അത് നേരെ ഇവിടെ വരും. ഇവിടെ എന്തെങ്കിലും കമാൻഡ് ടൈപ്പ് ചെയ്യുന്നത് ചിലപ്പോൾ S+1 എന്നുള്ള എന്തൊരു കമാൻഡെങ്കിലും ഉണ്ടായിരുന്നു വിചാരിക്കാം. അപ്പോൾ ബ്രേക്ക് കൊടുക്കുമ്പോഴേക്കും നേരെ ഇവിടെ വന്നിട്ട് എക്സിൻ്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. 5 ഡിസ്പ്ലേ ചെയ്യുന്നില്ല. പിന്നെ ലൂപ്പിലോട്ട് തിരിച്ചു പോകുന്നില്ല. കാരണം വീണ്ടും 6 7 ഒന്നും ആവുന്നില്ല. കാരണം ലൂപ്പെല്ലാം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സ്ക്രീനിൽ 5 6 7 നമ്പേഴ്സ് ഒന്നും വരില്ല. 4 വരെ വരുള്ളൂ. കാരണം സിമ്പിളാണ്. ബ്രേക്ക് എപ്പോഴെങ്കിലും എക്സിക്യൂട്ട് ആയിട്ടുണ്ടെങ്കിൽ ആ ലൂപ്പിൻ്റെ പുറത്തോട്ട് പോകും. പിന്നെ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യൂല. ലൂപ്പ് തീർത്തുന്നുള്ളതാണ്. ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്ത് നിർത്തി പുറത്തോട്ട് പോകാനുള്ള അങ്ങനെ ബ്രേക്ക് ചെയ്ത് പോകാൻ പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് എല്ലാം നിർത്തി പോകാന്നുള്ളത്, ബ്രേക്ക് ചെയ്ത് പോകാന്നുള്ളത്. 5 വരുമല്ല. കാരണം വെച്ചാൽ 5ന്റെ കേസ് വരുമ്പോൾ 5 ലെസ് ആണ് വിക്കറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ബ്രേക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം സ്ക്രീനിൽ ഈ ഐയുടെ വരെ 5 ആകുമ്പോൾ ഈ കമാൻഡ് വർക്ക് ചെയ്യുന്നില്ല. 5 സ്ക്രീനിൽ വരില്ല, 4 വരെ വരുള്ളൂ. പിന്നെ അറിയേണ്ടത് വെച്ചാൽ കണ്ടിന്യൂ, ഇത് രണ്ടും ഒരുമിച്ച് കമ്പയർ ചെയ്ത് പഠിക്കണം. എന്നാലും ഇതൊക്കെ ഡിഫറൻസ് ആയിട്ടൊക്കെ ചോദിക്കാൻ നടത്തുന്നുണ്ട്. കണ്ടിന്യൂ ആണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഇങ്ങനെ ഇവിടെ ഒരു എക്സിക്യൂട്ടീവ് S+1 ഉണ്ടായിരുന്നു. വാല്യൂ അത് 0 കിടക്കണമെന്ന് വരും. ഈ പ്രോഗ്രാമത്തിന്റെ ഔട്ട്പുട്ട് എഴുതാൻ പറ്റും നോക്കാം. അതും കൂടി പറഞ്ഞു കഴിയുമ്പോൾ ബ്രേക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ബ്രേക്ക് മാറ്റി ഞാൻ അവിടെ കണ്ടിന്യൂ ആക്കി അതിന്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് എഴുതാം. ഇതിൽ റോബിൻ ബ്രേക്ക് അറിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്.
എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോ മനസ്സിലായോ? റോബിൻ റിപ്ലൈ ചെയ്ത് ബ്രേക്ക് മനസ്സിലായില്ല എന്നുള്ളത്. മനസ്സിലായി. ഈ കണ്ടിന്യൂ വെച്ചിട്ട് ജസ്റ്റ് അറിയാവുന്ന ചെയ്ത് നോക്കുക. കണ്ടിന്യൂന്റെ ഔട്ട്പുട്ട് ഒന്ന് പിടിച്ചിരുന്നു. സെയിം കോഡ് ബ്രേക്ക് മാറ്റി ഞാൻ കണ്ടിന്യൂ ആക്കി. എനിക്ക് ആ വേർഡിൽ തന്നെ അതിന്റെ ഒരു ആൻസർ ഉണ്ട്. വർക്കിംഗ് എങ്ങനെയുള്ള ആ വേർഡ് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ള മീനിങ് വന്നത്. കാരണം ലൂപ്പിന്റെ ഉള്ളിൽ കണ്ടിന്യൂ എടുത്തന്നെ ലൂപ്പ് വീണ്ടും ചെയ്ത് പോയിക്കോളാം എന്നുള്ളതില്ല പറയുന്നത്. ബ്രേക്കിന് പുറത്തോട്ട് പോയിക്കോളാൻ, ലൂപ്പ് നിർത്തി പോയിക്കോളാന്ന് പറയുന്നത്. നിർത്താനല്ല, വീണ്ടും ഒന്നും കൂടി കണ്ടിന്യൂ ചെയ്ത് പോകുന്ന രീതിയില്ല. ആർക്കും അറിയില്ലെന്നാണ് ചാറ്റിൽ ആരുടെ മെസ്സേജ് വന്നിട്ടില്ല. ഈ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതുപോലെ തന്നെ ഐയുടെ വാല്യൂ 0 ആയി, 0 ലെസ് ദാൻ 10 എന്നുള്ളത് ട്രൂ ആയി. ട്രൂ ആണെങ്കിൽ ഇവിടെ വരും. ഞാൻ ജസ്റ്റ് വെറുതെ ഒരു കമന്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ഇവിടെ കുറച്ച് കമന്റ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യും. അതൊക്കെ വർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരും. വർക്ക് ചെയ്ത് വന്നിട്ട് 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ വരെ ലെസ് ദാൻ ആണ്. കുറച്ചും കൂടി എൻ്റെ ലോജിക്ക് എത്രയും നല്ല ലെസ് ദാൻ ആണ്. കൊടുത്താൽ വർക്ക് ചെയ്യും. എനിക്ക് എൻ്റെ വർക്കിംഗ് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ഇങ്ങനെ ലെസ് ദാൻ വിക്കറ്റ് കൊടുത്തു. കുറച്ചും കൂടി മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അപ്പൊ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്നുള്ള കണ്ടീഷൻ ട്രൂ ആയി. അത് ഈ കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഏറ്റവും തന്നെ പഴയത് നിങ്ങൾ കമ്പയർ പഠിക്കാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കൊടുത്തു കഴിഞ്ഞാൽ കണ്ടീഷൻ ഫോൾസ് ആണ്. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ കണ്ടിന്യൂ വർക്ക് ചെയ്യില്ല. നേരത്തെ താഴ്ത്ത് വരും, 0 വരും, വീണ്ടും ലൂപ്പ് റിപ്പീറ്റ് ചെയ്യും. ഐഡിയൽ 1 ആകും. 1 എഴുതാണെങ്കിൽ 5 എന്നുള്ള ഫോൾസ് ആണ്, കണ്ടിന്യൂ വർക്ക് ചെയ്യില്ല. 1 2 3 4 ഇത് ഐഡിയൽ 5 ആയി വിചാരിക്കാം. ഐഡിയൽ 5 ആകുമ്പോൾ 5 ആയി. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്നുള്ള ട്രൂ ആയി. ഇവിടെ ചെയ്ത് ഇവിടെ വരും. 5 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 5 എന്നുള്ളത് ട്രൂ ആയി. ട്രൂ ആയിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂ വർക്ക് ചെയ്യാനാണ് പറഞ്ഞത്. കണ്ടിന്യൂ വർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്നത് വെച്ചാൽ ബ്രേക്ക് ആണെങ്കിൽ ലൂപ്പിനെ പുറത്തോട്ട് വരുമായിരുന്നു, ഇവിടെ വരുമായിരുന്നു. പക്ഷെ കണ്ടിന്യൂ വർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൂപ്പ് ഒന്നും കൂടി ലൂപ്പിൽ ഇവിടെ കൊടുത്തേക്കുന്ന കമാൻഡ്സ് ലൂപ്പിൽ ആ കണ്ടിന്യൂ കഴിഞ്ഞ് കൊടുത്തേക്കുന്ന കമാൻഡ്സ് എല്ലാം സ്കിപ്പ് ചെയ്ത് കളയും. എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ആ സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും ലൂപ്പിന്റെ അടുത്ത ഇറ്ററേഷൻ ഉണ്ടല്ലോ, അടുത്ത സ്റ്റെപ്പ് അതിലോട്ട് പോകും. ഐയുടെ വാല്യൂ 5 ആയിരുന്നു. 5 ആയിരുന്നപ്പോൾ കണ്ടിന്യൂ വന്ന് വീണ്ടും ഗ്രിൻഡ് ചെയ്യാൻ പറഞ്ഞ് ഐയുടെ വാല്യൂ 6 ആവും. 6 ഗ്രേറ്റർ ദാൻ ഈക്വൽ 5 എന്നുള്ളത് ട്രൂ ആകും.
വീണ്ടും കണ്ടിന്യൂ വർക്ക് ചെയ്യും. കണ്ടിന്യൂ വർക്ക് ചെയ്യാൻ പറയും. കണ്ടിന്യൂ ഇനി വെച്ചാൽ ലൂപ്പിന് പുറത്തോട്ട് പോകുന്നല്ല, കണ്ടിന്യൂ കഴിഞ്ഞിട്ട് ലൂപ്പിലുള്ള കമാൻഡ് മുഴുവൻ സ്കിപ്പ് ചെയ്ത് വീണ്ടും ലൂപ്പിന്റെ മുകളിലോട്ട് പോകാനാണ് പറയണത്. ഇവിടെ വരും. അതിൻ്റെ വരെ 6 ആയിരുന്നു, ഇൻക്രിമെന്റ് ചെയ്ത് 7 ആയി. ഇവിടെ ട്രൂ ആയി. ഇവിടെ ഒരു 7 എഴുതാൻ 5 എന്നുള്ളത് ട്രൂ ആയി. വീണ്ടും കണ്ടിന്യൂ വർക്ക് ചെയ്യും. ഇത് വർക്ക് ചെയ്യില്ല, റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ സെയിം ഔട്ട്പുട്ട് തന്നെ കിട്ടും. അത് അതുകൊണ്ടാണ് ഞാനിവിടെ ലെസ് താൻ ആക്കാൻ പറഞ്ഞത്. വർക്കിംഗ് ഇത് തന്നെയാണ്. ലെസ് താൻ ഇട്ട് നിങ്ങളൊന്ന് പഠിച്ച് ചെയ്ത് നോക്കാം. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഞാൻ ലെസ് താൻ കൊടുത്തു വിചാരിക്കും. വേറെ ഔട്ട്പുട്ട് ആയി, കാരണം അത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതിൻ്റെ പോലെ 0 ആയി. 0 ലെസ് ദാൻ 10 എന്നുള്ളത് ട്രൂ ആയി. വീണ്ടും ഇവിടെ വന്നു 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അത് ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യും, കണ്ടിന്യൂ വർക്ക് ചെയ്യും. കണ്ടിന്യൂ വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ കണ്ടിന്യൂ കഴിഞ്ഞ് ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് മുഴുവൻ സ്കിപ്പ് ചെയ്ത് ലൂപ്പിന്റെ അടുത്ത സ്റ്റേജിലോട്ട് പോകും. അടുത്ത സ്റ്റെപ്പിൽ ഐയുടെ വാല്യൂ 1 ആവും. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്ത് എല്ലാം ചെയ്ത് വീണ്ടും ഇവിടെ വരും. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്നുള്ള ട്രൂ ആണ്. വീണ്ടും ഇത് വർക്ക് ചെയ്യും, കണ്ടിന്യൂ വർക്ക് ചെയ്യും. ഐയുടെ വാല്യൂ 1 ആകും. ഇത് മുഴുവൻ സ്കിപ്പ് ചെയ്ത് പോയി. 1 സ്ക്രീനിൽ വരില്ല. അതൊരു 2 വരുമ്പോഴും കണ്ടിന്യൂ ആയിട്ട് പോകും. 3 വരുമ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകും. 4 വരുമ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകും. 5 വരുമ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകും. 5 വരുമ്പോൾ ഇതുപോലെ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കണ്ടിന്യൂ വന്ന് ഇവിടെ വരും. ഐയുടെ വാല്യൂ 6 ആയി. 6 ലെസ് ദാൻ 10 എന്നുള്ള ട്രൂ ആണ്. പിന്നെ ഇതിങ്ങനെ ചെയ്ത് വരും. ചെയ്ത് വന്ന് ഇവിടെ വരുമ്പോൾ 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്നുള്ള 6 5 എന്നുള്ളത് ഫോൾസ് ആണ്. 6 5നേക്കാളും കയറ്റാം. ഇത് ഫോൾസ് ആയിപ്പോയി. ഫോൾസ് ആയെങ്കിൽ ഇവിടെ ഒരിക്കൽ ഫസ്റ്റിന്റെ ഫസ്റ്റ് ബ്ലോക്കിലോട്ട് കൺട്രോൾ വരില്ല. അപ്പോൾ കണ്ടിന്യൂ എക്സിക്യൂട്ട് ആവുന്നില്ല ഐയുടെ വാല്യൂ 6 ആകുമ്പോൾ. അപ്പോൾ ഐയുടെ വാല്യൂ 6 ആണ് സിറ്റുവേഷനിൽ ഈ ഈഫ് കഴിഞ്ഞിട്ടുള്ള കമാൻഡ്സ് വർക്ക് ചെയ്യും. അപ്പോൾ സിസ്റ്റം ഡോട്ട് ഔട്ട്പുട്ട് പ്രിന്ററിൽ 6 എന്നുള്ളത് വർക്ക് ചെയ്യും. സ്ക്രീനിൽ 6 വരും. വീണ്ടും ലൂപ്പ് റിപ്പീറ്റ് ചെയ്യും. ഐയുടെ വാല്യൂ 7 ആയി. 7 ലെസ് ദാൻ 10 എന്നുള്ള ട്രൂ ആയി. വീണ്ടും ബോഡി കയറും. വീണ്ടും ഇവിടെ വരും. 7 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്നുള്ളത് ഫോൾസ് ആണ്. 7 അതിനേക്കാൾ കയറ്റാണ്. അപ്പോൾ ഫോൾസ് ആയിപ്പോയി. ഫോൾസ് ആയതുകൊണ്ട് കണ്ടിന്യൂ വർക്ക് ചെയ്യുന്നില്ല. വീണ്ടും താഴോട്ട് വരും. സിസ്റ്റം ഡോട്ട് ഔട്ട്പുട്ട് പ്രിന്ററിൽ 7 സ്ക്രീനിൽ 7 വരും. പിന്നെ 8 വരും. 9 വരും. 10 വരില്ല. 10 ആകുമ്പോഴേക്ക് ലൂപ്പ് വർക്ക് ചെയ്യുന്നില്ല. ഇങ്ങനെ വരുമ്പോൾ 6 7 8 9 എന്നുള്ള സ്ക്രീനിൽ വരും. ഡിഫറൻസ് അറിഞ്ഞിരിക്കുക. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ പാടെന്ന് ചോദിച്ചാൽ ട്രൈ ചെയ്താലും പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുള്ളൂ. ബേസിക് ഒരു പോയിന്റേ ഉള്ളൂ. കണ്ടിന്യൂ എന്നുള്ള വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കും എന്നുള്ള ജസ്റ്റ് ആ പോയിന്റ് ഒരു ഓൺലൈനിൽ ഒരു പോയിന്റ് പഠിക്കേണ്ട കാര്യമുള്ളൂ ശരിക്കും ഇതിൽ. കണ്ടിന്യൂ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൂപ്പിൽ ആ കണ്ടിന്യൂ കഴിഞ്ഞിട്ടുള്ള ഒരു കമാൻഡും ആ ലൂപ്പിലുള്ള ഒരു കമാൻഡും വർക്ക് ചെയ്യില്ല. നേരെ ലൂപ്പിന്റെ അടുത്ത സ്റ്റേജ് അല്ലെങ്കിൽ അടുത്ത റിപ്പീറ്റേഷനിലോട്ട് പോകും. അടുത്ത റിപ്പീറ്റേഷൻ കാരണം ലൂപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ്. അടുത്ത റിപ്പീറ്റേഷൻ വരുമ്പോഴേക്ക് ഐയുടെ വാല്യൂ അല്ലെങ്കിൽ വേരിയബിൾ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തിട്ട് വീണ്ടും ലൂപ്പ് ചെയ്ത് വരും. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ലൂപ്പ് തന്നെ നിർത്തി പോകുന്നു. ലൂപ്പ് തന്നെ നിർത്തി പുറത്തോട്ട് പോകുന്നു. കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൂപ്പിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടിന്യൂ കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് ലൂപ്പിന്റെ അടുത്ത ഇറ്ററേഷനിലോട്ട് അടുത്ത റിപ്പീറ്റ് സ്റ്റേറ്റിലോട്ട് പോണേ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഇതിൽ തിയറി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ ബ്രേക്കും കണ്ടിന്യൂ നമ്മൾ ഡിഫറൻസ് എക്സാമിൽ ചോദിക്കാറുണ്ട്. പിന്നെ കൂടുതലും വരാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മളൊരു പ്രോഗ്രാം തരും, അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്താണെന്നുള്ള എഴുതാൻ പറയും. ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം ബ്രേക്കും കണ്ടിന്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വായു ലൂപ്പൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഇരിക്കണം. ടൈം കിട്ടാനനുസരിച്ച് കുറച്ച്
നിങ്ങൾക്ക് കുറച്ച് കോഡ് തന്നെ, ഇത് ഓൾറെഡി എല്ലാം പഠിച്ചിട്ടുള്ളതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ കുറച്ച് കോഡ് തന്നിട്ട് നിങ്ങൾ തന്നെ അതിന്റെ ഔട്ട്പുട്ടൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കുക. പിന്നെ പഠിപ്പിച്ചാൽ ഇന്റേണൽ എക്സാമിന് വേണ്ടി കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ